സാംസ്കാരിക നഗരമായ തൃശൂരിൽ ഇന്ന് നാടകരാവുകൾ. 16ാമത് ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലിന് ഇന്ന് തുടക്കമാകും. വൈകിട്ട് 5 മണിക്ക് മന്ത്രി കെ രാജൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്യും. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സമകാലീന നാടകോത്സവങ്ങളിൽ ഒന്നാണ് ഇറ്റ്ഫോക്ക്. 16ാമത് എഡിഷനിൽ 9 വിദേശ നാടകങ്ങളടക്കം 23 നാടകങ്ങളുടെ അവതരണമാണ് നടക്കുന്നത്. അർജന്റീന, ബ്രസീൽ, അർമേനിയ, പാലസ്തീൻ, ഡെൻമാർക്ക്, സ്പെയിൻ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് 9 നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്. മലയാളത്തിൽ നിന്നുള്ള 5 നാടകങ്ങളടക്കം ഇന്ത്യയിൽ നിന്ന് 14 നാടകങ്ങളാണ് ഉള്ളത്. വിദേശത്ത് നിന്നുള്ള 49 നാടക പ്രവർത്തകരടക്കം 246 നാടക പ്രവർത്തകർ തൃശൂരിലെത്തും. നാടകോത്സവത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും സജ്ജമായെന്ന് സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി പറഞ്ഞു. 16ാമത് അന്താരാഷ്ട്ര നാടകോത്സവത്തിൻ്റെ ഇറ്റ്ഫോക്ക് 2026 അണിയറ പ്രവർത്തനങ്ങൾ എല്ലാം ഏറെക്കുറെ പൂർണ്ണമായിരിക്കുകയാണ്. ഒരുപക്ഷെ സമീപകാലത്തെ ഏറ്റവും വലിയൊരു ഇറ്റ്ഫോക്കാണ് ഇത്തവണ ഈ 16ാമത് എഡിഷനായി നാം ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇത്തവണ 9 വിദേശ നാടകങ്ങളും 9 ഇന്ത്യൻ നാടകങ്ങളും 5 മലയാള നാടകങ്ങളും അടക്കം 23 നാടകങ്ങളുടെ 48 അവതരണങ്ങളാണ് നടക്കാനിരിക്കുന്നത്. അതിനു പുറമെ 8 ദിവസവും തുടർച്ചയായി വ്യത്യസ്തങ്ങളായ കലാപരിപാടികളുണ്ട്. മനുഷ്യജീവിതങ്ങൾ, രാഷ്ട്രീയം, വംശഹത്യ തുടങ്ങി ഒട്ടനേകം വിഷയങ്ങൾ കേന്ദ്രമാക്കിയാണ് നാടകങ്ങൾ അവതരിപ്പിക്കുന്നത്. നാടകങ്ങൾക്ക് പുറമെ ചർച്ചകളും സംവിധായകന്മാരുമൊത്തുള്ള കൂടിക്കാഴ്ചകളും ഒരുക്കുന്നുണ്ട്. ഫെബ്രുവരി 1 വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. കൈരളി ന്യൂസ്, തൃശൂർ.